ആയുർവേദ ചികിത്സാരംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്താൻ സംസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും ഓപ്പൺ എയർ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആയുർവേദ ചികിത്സാരംഗത്ത് അക്രഡിറ്റേഷൻ സംവിധാനം കൊണ്ടുവന്ന് 250ഓളം NBH അക്രഡിറ്റഡ് ആയുർവേദ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമായി മാറാൻ കേരളത്തിന് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. M. വിജിൽ MLA അധ്യക്ഷനായി. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ, ജില്ലാ പഞ്ചായത്ത് അംഗം തമ്പാൻ മാസ്റ്റർ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CI വത്സല ടീച്ചർ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം VA കോമളവല്ലി, TV രാജേഷ്, ഡോക്ടർ TD ശ്രീകുമാർ, ഡോക്ടർ PR ഇന്ദുകല എന്നിവർ സംസാരിച്ചു. സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ സവിശേഷമായ പ്രാധാന്യം ആയുർവേദ മേഖലയ്ക്ക് നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒട്ടേറെ ഉദാഹരണങ്ങൾ അതിന് നമുക്കെടുത്ത് പറയാനായിട്ടുണ്ട്. തസ്തിക സൃഷ്ടിക്കുന്നത്, ഡോക്ടേഴ്സിന്റെ തസ്തിക സൃഷ്ടിക്കുന്നത് ഒരു 40-45 വർഷത്തെ ഏറ്റവും നമ്പർ കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടത് ആയുഷിൽ തന്നെ ISMൽ 116ഓളം തസ്തികകൾ ഈ കഴിഞ്ഞ 3 വർഷ കാലയളവിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൂടാതെ ഓരോ സ്ഥാപനത്തിലും നമ്മൾ വികസനത്തിന്, പുതിയ നിർമ്മാണത്തിന് അനുവദിക്കുന്ന തുക അതിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ട്. അതുകൂടാതെ NABH അക്രഡിറ്റേഷൻ, ഇന്ത്യയിൽ ഒരു ആയുഷ് സ്ഥാപനവും NABH അക്രഡിറ്റഡ് ആയിരുന്നില്ല. നമ്മൾ കേരളം അതിനൊരു പരിശ്രമം ആരംഭിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ പറഞ്ഞു, നമുക്കിതിന് ആയുഷ് മേഖലയ്ക്കായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ വേണം. അപ്പോൾ കേന്ദ്ര ആയുഷ് മന്ത്രാലയം പറഞ്ഞു അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല, കേരളം ഈ ഗൈഡ് ലൈൻ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ടീം തയ്യാറാക്കി കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തി 2023-24 ഇന്ത്യയിൽ ആദ്യമായി 150 ആയുഷ് സ്ഥാപനങ്ങൾ NABH അക്രഡിറ്റഡ് ആയി കേരളത്തിൽ നമ്മുടെ ഗൈഡ് ലൈൻ അംഗീകരിച്ച് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ അടുത്ത 100 സ്ഥാപനങ്ങൾ കൂടിയായി. അപ്പോൾ നമുക്ക് 250ഓളം സ്ഥാപനങ്ങൾ NABH അക്രഡിറ്റഡ് ആയി. ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. അത് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ്. അതിൻ്റെ ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായി. മാനുസ്ക്രിപ്റ്റ്സ് ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിനും റിസർച്ചിനും വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് അത് ഏതാണ്ട് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഔഷധ സസ്യ തോട്ടമൊക്കെ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളോടും കൂടി, അതായത് ലോകത്ത് എവിടെ നിന്നും ആയുർവേദ മേഖലയിൽ ഗവേഷണം നടത്തുന്നതിന് താല്പര്യമുള്ള എല്ലാവരെയും ആ രീതിയിലുള്ള സ്കോളേഴ്സിനെ ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് ഇവിടവുമായി സഹകരിച്ചുകൊണ്ടും ഗവേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത്. എന്നുള്ള നിലയിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ, വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മളുമായി അക്കാഡമിക് സഹകരണത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രീ ലോഞ്ച് എന്നുള്ള നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള ധാരണാപത്രങ്ങൾ ഒപ്പിടുന്ന ഒരു ചടങ്ങ് വൈകാതെ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് കരുതുന്നത്. ബഹുമാനപ്പെട്ട CM തന്നെ നമ്മുടെ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം അതിനോട് ചേർന്ന് നമ്മളൊരു ഇന്റർനാഷണൽ കോൺക്ലേവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകേണ്ടവരാണ് നിങ്ങളെല്ലാവരും, നമ്മുടെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നമ്മുടെ അധ്യാപകരും ഒക്കെ. ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ അത്തരത്തിൽ ആയുർവേദ മേഖലയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ നിലയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ മെഡിസിൻസിന്റെ സ്റ്റാൻഡർഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പലതരത്തിൽ അതിന് കമ്മിറ്റികൾ രൂപീകരിച്ചു, എക്സ്പേർട്ട് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് ആയുഷ് മേഖലയിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഈ ഘട്ടത്തിൽ നടത്തുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലിന്റെ 1ാം നിലയുടെയും 2ാം നിലയുടെയും നിർമ്മാണം നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 1ാം നിലയിലും 2ാം നിലയിലും 19 മുറികൾ വീതം, 2 നിലകളിലും സ്റ്റഡി ഹാളുണ്ട്, ഇരുവശത്തായി ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ
771 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ നിലകളുടെയും പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ അനുവദിച്ച നമ്മുടെ ഓപ്പൺ എയർ സ്റ്റേജ്, ആ സ്റ്റേജ് വളരെ മനോഹരമായിട്ടാണ് അത് പൂർത്തീകരിച്ചത്. എന്ത് ഭംഗിയാണ് അവിടെ അത് പൂർത്തീകരിച്ചിരിക്കുന്നത് കാണാൻ. ഒരു കണ്ണൂരിൻ്റെ എല്ലാ സാംസ്കാരിക തനിമയും ഉൾക്കൊണ്ടുകൊണ്ട് ആവാഹിച്ചുകൊണ്ടാണ് ആ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ ഭീമ ജ്വല്ലറിയിൽ NRI ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ 13 മുതൽ 22 വരെ. ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും 5000 രൂപ മുതൽ. ഡയമണ്ടിന്റെ മൂല്യത്തിൽ കാരറ്റിന് 15% വരെ ഓഫർ. ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ, VVS EF ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ, ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു. 100% അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ, 100% ബൈബാക്ക് ഗ്യാരണ്ടിയും. അതെ, ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം, ഭീമ ജ്വല്ലറി, കാസർഗോഡ്.